നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. 52 കൊല്ലം മുമ്പ് പത്തേമാരിയിലേറി UAE തീരമണിഞ്ഞ കണ്ണൂർക്കാരനായ രാഘവേട്ടന് 80-ാം വയസ്സിൽ ഇത് രണ്ടാം ജന്മമാണെന്ന് തന്നെ പറയാം. അങ്ങനെ പിറന്നു വീണ മണ്ണിൽ ഒരു വട്ടം കൂടി കാലുകുത്താനായതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. ജാഫിലിയയിലെ ഒരു കൊച്ചുമുറിയിൽ എല്ലാം നഷ്ടപ്പെട്ട് രോഗബാധിതനായി കഴിയുന്ന രാഘവേട്ടന്റെ കരളലിയിപ്പിക്കുന്ന കഥ പുറം ലോകമറിഞ്ഞതോടെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിന് വഴിയൊരുങ്ങിയത് തന്നെ. പ്രവാസ ലോകം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്ന അടുത്ത ഒരു കഥ കൂടി. ഒരു കാലത്ത് ദുബായിൽ സ്വന്തമായി 2 ടെയിലിംഗ് സ്ഥാപനങ്ങളും അജ്മാനിൽ ഒരു ട്രേഡിംഗ് കമ്പനിയും ഉണ്ടായിരുന്ന രാഘവേട്ടന് ഇന്ന് ഭാഗികമായി തളർന്ന ശരീരവും രോഗങ്ങളുമാണ് കൂടെയുള്ളത്. അങ്ങനെ കമ്പനികൾ നഷ്ടത്തിലായതോടുകൂടി തന്നെ കടങ്ങൾ കുന്നുകൂടുകയായിരുന്നു. അതിനിടെ 3 വർഷം മുമ്പ് വിസ കാലാവധി തീരുകയുണ്ടായി. പിഴകൾ തീർക്കാതെ വിസ പുതുക്കാൻ പറ്റില്ലെന്ന അവസ്ഥയുമായി. ഫൈനുകൾ ഒന്നൊന്നായി വന്നു ചേർന്നതോടെ നാട്ടിലേക്ക് പോവാമെന്ന പ്രതീക്ഷയും രാഘവേട്ടന് മാഞ്ഞു തുടങ്ങി. എന്റെ അവസാന ശ്വാസം സ്വന്തം നാട്ടിൽ വച്ചാവണമെന്ന ആഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന രാഘവേട്ടന്റെ ദീനരോധനം കേട്ട പ്രവാസി സമൂഹം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ രംഗത്തെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് കാലാവധി കഴിഞ്ഞ വിസ പുതുക്കാതിരുന്നതിനാൽ തന്നെ 1,03,000 ദിർഹമായിരുന്നു ആ വകയിലുള്ള പിഴ. വിവിധ സാമൂഹിക സംഘടനകളും മറ്റും നടത്തിയ ഇടപെടലിലൂടെ അധികൃതർ ഇത് പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. ലൈസൻസ് പുതുക്കാതിരുന്ന വകയിലും കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശിക ഇനത്തിലുമായി 1,04,000 ദിർഹം വേറെയും ഉണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ ഇടപെടലുകളെ തുടർന്ന് അത് 59,000-ആയി കുറയ്ക്കാൻ സാധിച്ചു. ഇതുമാത്രമല്ല, ഷാർജയിലെ ഒരു ചെക്ക് കേസിൽ നൽകാനുണ്ടായിരുന്ന 10,000 ദിർഹം അജ്മാൻ ഫ്രീ സോണിൽ ലൈസൻസ് പിഴയായും മറ്റുമായി ഉണ്ടായിരുന്ന 49,000 ദിർഹം എന്നിവയും ഉദാരമതികൾ ചേർന്ന് വിവിധ മാർഗങ്ങളിലൂടെ സമാഹരിച്ച് നൽകിയതോടെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിക്കാൻ വഴി ഒരുങ്ങിയത് തന്നെ. അവസാനം യാത്രാരേഖകളൊക്കെ ശരിയാക്കി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുമ്പോൾ തന്റെ സഹജീവികൾക്ക് കണ്ണീർ കൊണ്ട് നന്ദി പറയുകയായിരുന്നു രാഘവേട്ടൻ. പ്രവാസ ലോകം നമ്മെ അങ്ങനെ പല കഥകളും പഠിപ്പിക്കും. വളരാനും തളരാനും പ്രവാസ മണ്ണിൽ വഴികളുണ്ടേറെ. എന്നിരുന്നാൽ തന്നെയും സ്വന്തം നാടിനെ നെഞ്ചോട് ചേർക്കുന്നവരാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.